ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നേരെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അധികം പ്രിപ്പയർഡ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഒന്നുമല്ല, സോ തട്ടിക്കൂട്ടി ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അമ്മ ജോലി കഴിഞ്ഞ് വരവിതായി സമയം ഏതാണ്ട് 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സവാള കട്ട് ചെയ്യുന്നതാണ്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്, അരി കഴുകി വെച്ചിട്ടുണ്ട്, പിന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുക്കുന്നു, കാഷ്നട്ടൊക്കെ നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നു. അമ്മയുടെ പുതിയ ലിപ്സ്റ്റിക് ഷെയ്ഡ് എങ്ങനെയുണ്ട് ഗൈസ്? തിരിയും നല്ല പണിയിലാണ്. സോ ഗൈസ്, നമുക്കിപ്പോൾ നമ്മുടെ പണി കിടക്കാം. സവാള അരിയത് നമ്മളപ്പോൾ സവാള ഗിരി എന്ന് പറഞ്ഞിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളെ വീട്ടിലൊരു കീടമാണ് ബാക്കിൽ നിൽക്കുന്നത്. ഞങ്ങൾ OLX-ലിട്ട് വിൽക്കാൻ പോവാണ്. ആവശ്യമുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ DM ചെയ്താൽ മതി. ഒറ്റ പൈസ തരണ്ട, വെറുതെ ഗൈസ്. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്, സോ ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയൊക്കെയാണ്. അപ്പം മഴയത്ത് നല്ല ചൂടുള്ള ബിരിയാണി കഴിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ കുറച്ച് ചാലഞ്ച് വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി ചാലഞ്ച്, അതുപോലെ ഷവർമ ചാലഞ്ചൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് ചാലഞ്ചുകൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അങ്ങനെ കാത്തിരുന്ന് നമുക്കൊരു CM വന്നു അല്ലേ ഗൈസ്? CM-ന് വേണ്ടിയിട്ടുള്ള തല്ലായിരുന്നു. അവസാനിച്ച് CM വന്നു. കുറച്ച് നേരത്തെ ജാഥയൊക്കെ പോയിരുന്നു ഇതിൽ കൂടെ. ഇനിയിപ്പോൾ 15-ാം തീയതി തൊട്ട് പെണ്ണുങ്ങൾക്ക് KSRTC സൗജന്യ യാത്ര ഒക്കെ അറിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും സന്തോഷപ്പെട്ടിട്ടിരിക്കുകയാണ് ഗൈസ്. അതെ, പൊന്നാനിക്കൊക്കെ സുഖമായിട്ട് ഞങ്ങൾക്ക് പോയിട്ട് വരാം. ഈ CM ഒന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ വണ്ടി ഓടുന്ന പെട്രോളും സൗജന്യത്തിൽ തരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് സൂപ്പറായിരിക്കും ഗൈസ്. അതും കൂടെ നടക്കട്ടെ CM-ന്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും തിരക്കായിരിക്കും. കൊച്ചുമക്കളുടെ സ്കൂൾ തുറക്കാനായി, അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഇവിടെ തന്നെ സ്നേഹ സംഘടന സമാധിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനിടയ്ക്ക് കപ്പിൾസ് ആവും, ഇടയ്ക്ക് പണ്ടത്തെ സ്പീഡൊന്നുമില്ല ഗൈസ് സവാളരി. സവാള ഇനി അരിയണ്ടെന്നാണ്. ഇടയ്ക്കൊക്കെ ഒരു മതല്ലുണ്ട്, അതെന്തേലൊക്കെ തോന്നിയിട്ടാവും. മതി. രാജ്യങ്ങളിലേക്ക് വീണ്ടും ആക്രമണം നടത്തുകയാണ് ഇറാൻ. ചിക്കൻ വറുത്ത ടേസ്റ്റ് ആയിരുന്നത്. ചിക്കൻ വറുത്തു. സാധാരണ ചിക്കൻ വറുക്കുമ്പോ നല്ല വലുതോ ചിക്കന് വെന്തോ നോക്കാം. എനിക്ക് വേറൊരു ചോയ്സ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. കൊണ്ടുപോകാനാവില്ല. ഞങ്ങൾ ഇനി നിങ്ങളെ യോഹാൻ, തെരേസ, നമുക്ക് പോകാം. ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് തകർത്തിരിക്കുന്നു. എനിക്കത് മനസ്സിലാകുന്നുണ്ട് യോഹാൻ. സ്വീറ്റ് ഹാർട്ടിനെ സഹായിച്ചതിന് നന്ദിയുണ്ട് ഹൈഡി. തേങ്ങ പൊളിക്കണോ?
സാധനങ്ങളൊക്കെ തന്നെ നീന്തി കളിക്കുകയാണ്. ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ലവ് ബേർഡ്സിനൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ തത്തമ്മ. വീട്ടിലൊക്കെ എന്നെ ഭയങ്കര പേടിയാണ് ഗൈസ്, എന്തെന്നറിയാത്തൊരു പേടിയാണ്. പിന്നെ ഗൈസ് മഴ ഇന്നൊരു കുറവാണ്, എന്നാലും ഒരു മൂടിക്കെട്ടിയ ഒരു കൂളിങ്ങാണ്. ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ പുതപ്പ് വിരിച്ച് ഇങ്ങനെ കിടന്നുറങ്ങാൻ എന്തൊരു ഫീലാണ്. പിന്നെ ഗൈസ് എൻ്റെ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടേതായ റെക്കമെൻഡ് അനുസരിച്ചിട്ട് ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ നോക്കുന്നുണ്ട്. സോ നിങ്ങളുടേതായ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം ഗൈസ്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് വീടിൻ്റെ ഹോം ടൂർ ഇടുന്നുള്ളത്. സോ ഗൈസ് എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ എന്തായാലും വീടിൻ്റെ ഹോം ടൂർ ഇടും. വലിയ കൊട്ടാരം പോലത്തെ വീടൊന്നും അല്ലെങ്കിലും നമ്മൾക്ക് ഹോം ടൂറൊക്കെ ഇടാം. പിന്നെ എന്താ, അമ്മയുടെ കുറേ ചെടികളുണ്ട് ഗൈസ് എൻ്റെ പൂന്തോട്ടത്തിൽ. എൻ്റെ പൂന്തോട്ടം മീൻസ് അമ്മയുടെ പൂന്തോട്ടത്തിൽ. പിന്നെ ദേന ഗൈസ് നമ്മളെ വണ്ടിക്കുട്ടൻ ഇങ്ങനെ ഉഷാറായിട്ടിരിക്കുകയാണ്. വണ്ടിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട് ഗൈസ്. പിന്നെ ദേന ഗൈസ് ഒരു വൃത്തികെട്ട കണ്ണുണ്ടോ, മതിലിൻ്റെ അവിടെയാണ് ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. കുളത്തിൽ താമര ഇതുവരെ വിരിയുന്നില്ല ഗൈസ്, എന്തോ പറ്റിയെന്തോ. പിന്നെ ഇതിൽ ഇങ്ങനെ താനം മുളപ്പിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വല്ല നീർക്കോലിയൊക്കെ ഉണ്ടാവുകയാണോ ഗൈസ്. പിന്നെ ദേനം ഈ ഒരു ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതിനെ പറയുന്നതാണ് മെയ് മാസപ്പുലരി. ഈ ഒരു ചെടി മെയ്യിൽ മാത്രം വിരിയുള്ളൂ എന്നാണ് പണ്ടുള്ള തത്ത ചിന്തകർ പറയുന്നത്. ശരിയാണ്, മെയ്യിൽ ഇങ്ങനെ ഉണ്ട പോലെ കാവടി പോലെ വിരിയും. പിന്നെ ദേന നമ്മുടെ തുളസിത്തറ, ഇതൊരു പോസിറ്റീവ് വൈബാണ്. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട കുറച്ച് അതിഥികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ഗൈസ്. നമ്മുടെ വിക്കി താനാ നിൽക്കുന്നു, വിക്കി വരെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സ്പിഞ്ചസുകളൊക്കെ പേടിച്ചിട്ടിരിക്കാൻ തോന്നുന്നുണ്ട്. സ്പിഞ്ചസുകളൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ. ഞാൻ കാണിച്ചു തരാം. കൊള്ളി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉണ്ടായി ഈ ഒരു ചെടി, ഇതൊരു ഭയങ്കര രസമാണ് കാണാൻ. കൊള്ളി ഉണ്ടായിട്ട് കാണിച്ചു തരാം. നമ്മളെ വീട്ടിൽ കൊള്ളി ഉണ്ടായിട്ടുണ്ട്. കൊള്ളി വിളവെടുക്കുമ്പോൾ ഭയങ്കര അക്ഷരസ്ഫുടത ഇല്ലാത്ത വർത്താനാണ് ഇപ്പോൾ വായിന്ന് വരുന്നത്. കൊള്ളി വിളവെടുക്കുമ്പോൾ നമുക്ക് കൊള്ളി ചാളക്കറിയും കൂട്ടിയിട്ടുള്ള ബ്ലോഗ് ഇടാം. ഞാൻ ഗൈസ് പാമ്പ് വല്ലതും ഉണ്ടാവുകയാണാവോ. കാട് പോലെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാട് പോലെ കൊള്ളി നിൽക്കുന്നുണ്ട്. നമ്മുടെ വീടവിടെ കൊള്ളി. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് കൊള്ളി പറിക്കാൻ നമ്മുടെ അച്ഛൻ വരണം. അച്ഛൻ വന്നിട്ട് വേണം കൊള്ളി പറിച്ചിരിക്കാൻ. കാരണം കൊള്ളി നട്ട മുതലാളി നമ്മളച്ഛനാണ്. സോ നമ്മളച്ഛന് കൊള്ളി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനില്ലാണ്ട് കൊള്ളി പറിച്ചാൽ ഇവിടെ യുദ്ധം നടക്കും ഗേസ്. സോ അച്ഛൻ വന്നാലേ നമ്മൾ കൊള്ളി പറിക്കത്തുള്ളൂ. പിന്നെയെന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഗേസ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. പിന്നെ ദേന ഉള്ളി അരിയുന്നു, സവാള അരിയുന്നു, അങ്ങനെ കാടിയ സാധനങ്ങൾ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലതൊക്കെ ഇപ്പോഴേ തുടങ്ങിയാലാണ് വൈകുന്നേരം ഞമ്മ പറ്റുള്ളൂ. സോ ഗായ്സ് ഇവിടെ എന്ന് പറയുമ്പോൾ ബഹളമയാണ് കൊച്ചു ടി വിയുടെ. പിന്നെ എൻ്റെ കുഞ്ഞുട്ടൻ്റെ ആന കണ്ടോ? ഈ ആനയ്ക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. പിന്നെ തന്നെ വീണ്ടും അച്ചു മല്ലിയില അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവളെ പോലെ കുലസ്ത്രീ ആവാൻ എന്നെ കൊണ്ട് കഴിയത്തുള്ള കേസ്. പിന്നെ തന്നെ നമുക്ക് അമ്മേനെ വന്ന് നോക്കാം. ചിക്കനൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ അമ്മ മസാല തേക്കുകയാണ്. അമ്മയുടെ ഒരു ക്യൂട്ട് സ്മൈൽ കണ്ടാലും ഗൈസ്. എൻ്റെ അമ്മ ജിമ്മിന് പോയിട്ട് മെലിഞ്ഞില്ലേ ഗൈസ്? നല്ല മെലിഞ്ഞില്ലേ, ബ്രൈറ്റ് വെച്ചില്ലേ എന്നൊക്കെയാണ് അമ്മയുടെ ചോദ്യങ്ങൾ. നിങ്ങൾ നല്ല ഭംഗി വെച്ചിട്ടുണ്ട്. അതുപോലെ സ്കിന്ന് അല്ലെങ്കിലും ജിമ്മിൽ കഴിഞ്ഞ സ്കിന്നൊക്കെ ഭയങ്കര ബ്രൈറ്റിംഗ് ആണ്. ഞാൻ കുറച്ച് നാൾ പോയിരുന്നു. ഇപ്പം എൻ്റെ ട്രെയിനർ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അധികം ഭംഗി വെക്കണത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. പിന്നെ അങ്ങനെ കാടിയും കളഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. എല്ലാം കൂടായിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കും. പിന്നെ പറയാൻ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് പറയാൻ ഒരു കാര്യവും ഇല്ല ഗേസ്. അതാണ് യാഥാർത്ഥ്യം. പിന്നെ
പിന്നെന്താ എന്തോ എന്നെ കടിച്ചു ഗൈസ്. പിന്നെ ഗൈസ് ഞാനും അച്ചും ഞങ്ങൾ കുടുംബശ്രീ വർത്തനം പറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ CM നമ്മളെ പിണറായി വിജയൻ സാർ ഇല്ലാത്ത ഒരു കേരളത്തെ പറ്റി ഇവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇവർ പറയണത്. പിന്നെ കടവൾക്ക് അതൊക്കെ ഭയങ്കര നാടാണ്. പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ അങ്ങനെ പണിയെടുക്കും, ഞങ്ങളിങ്ങനെ ഇരിക്കും. അതിങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഫീല് അതിങ്ങനെ പറഞ്ഞറിയാൻ പറ്റത്തില്ല ഗൈസ് അല്ലേ. അമ്മ ഇങ്ങനെ പണിയെടുക്കുക, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ എല്ലാം കഴുകി കഴിഞ്ഞ് പ്ലേറ്റൊക്കെ വെച്ച് അമ്മ ഇങ്ങനെ ചോറ് വെച്ചിട്ട് അമ്മയുടെ ഒരു വിളിയുണ്ട് ഗൈസ്. ആ വിളിയിൽ എല്ലാം അലിയും ഗൈസ്. പിന്നെ അങ്ങനെ വെച്ചതിനാണെങ്കിൽ സ്വാദുന്ന് വേറെയാണ്. പിന്നെ ഗൈസ് ഈ പറഞ്ഞ പോലെ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഞാനിത് ഇടുന്നത്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഥ പറയാനും കുഴിച്ച് പറയാനൊക്കെ ഉള്ളൊരു വീഡിയോ അത്രേ ഉള്ളൂ. സമയം ഇപ്പോൾ ഇത്രയായി. പിന്നെ ഒരു ബിരിയാണി പെട്ടെന്ന് തട്ടിക്കൂട്ടൊരു ബിരിയാണി വെക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ. പ്രതീക്ഷിക്കാത്തൊരു ബിരിയാണി. എന്താ പ്രതീക്ഷിക്കാത്തൊരു ബിരിയാണി. പ്രതീക്ഷിക്കാത്തൊരു ബിരിയാണി ആയിരുന്നു. പിന്നെ ഇവൾക്ക് SSLC റിസൾട്ട് വന്നതിന് ശേഷം വീട്ടിൽ ഫുഡൊന്നും വെച്ചില്ല. അത് പറഞ്ഞപ്പോൾ ഞാൻ ഓടുന്നു. അവളുടെ റിസൾട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ 2A+ ആണ്. പിന്നെയുള്ള മാർക്ക് ലിസ്റ്റ് വേണമെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. വേണ്ടാന്ന് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേസ്, എനിക്ക് പറ്റുന്ന പോലെ. നല്ല കൊട്ടയ്ക്ക് മാർക്ക് എന്നാണ് ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബിരിയാണി കട കണ്ടുവരുന്നു തോന്നുന്നുണ്ട് ഗൈസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക്. അതൊന്നും എടുത്തിടരുതെന്നാണ് അവൾ പറയുന്നത്. അവിടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് ഗൈസ്, ഞാൻ കുറച്ച് സെലിബ്രേറ്റ് ആയതുകൊണ്ട് കുറച്ച് ചോദിക്കുന്നുണ്ട്, കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി ഒരു Q&A ഇടാമോ എന്നുള്ളത്. നമുക്കൊരു Q&A ഇടാം. ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വേണം, ആൻസേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ മക്കൾ. സമയം കിട്ടുമ്പോൾ എന്തായാലും ഞാൻ പറയും. പ്രത്യേകിച്ച് പറയാൻ കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും അത് കാരണം ഉണ്ടാക്കി സഹിതം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും, അതും ഡീറ്റെയിൽസ് വിത്ത് കാര്യങ്ങളോടെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല ഗൈസ്. പിന്നെ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇടക്കും ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ കണ്ണും വേദന വെക്കുന്നുണ്ട്. പിന്നെ ഒരു പാട്ട് പാടിയാലോ കുഞ്ഞുട്ടാ? പാട്ടൊന്നും എനിക്കധികം പാടാൻ അറിയത്തില്ല. പിന്നെ പാട്ട് പാടാൻ നിങ്ങൾ പറഞ്ഞു, പാട്ട് പാടാൻ അധികം അറിയത്തൊന്നുമില്ല, എന്നാലും പറ്റണ പോലെ നമുക്ക് പാടാം. ഏത് പാട്ടൊക്കെ ഞാൻ പാടണ്ടേ? പാട്ടൊന്നും എനിക്ക് പാടാൻ അറിയത്തില്ല, എന്നാലും 2 വരി പാടാം അല്ലേ, സമയം പോവണ്ടേ. ഉയിരോട് ഞാൻ ഇരുപ്പേ என்னை நான் யாரென்று சொன்னாலும் புரியாத என் காதல் நீ என்று யாருக்கும் தெரியாத நீ கேட்ட உலகத்தில் நான் பார்க்க மாட்டேனே நீ இல்லா உலகத்தில் நான் வாழ மாட்டேனே എന്നോട് നീരുണ്ടായി. അങ്ങനെയാണ് തോന്നുന്നുണ്ട് ലിറിക്സ്. എങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാം. അല്ലെങ്കിൽ കുഞ്ഞോട്ടിന് വേണ്ടി പാടാം. കുഞ്ഞുട്ടിനെ ഞാൻ കുഞ്ഞിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടി കൊടുത്തിരുന്നുണ്ട്, അത് പാടട്ടാ. കുഞ്ഞൂട്ടാ കുട്ടപ്പൻ ചേട്ടാ കുട്ടിക്കൂറുമ്പൊന്നും കാട്ടല്ലേ ചേട്ടാ. പിന്നെ നിനക്ക് ഓർമ്മയില്ലേ? നിനക്കല്ലേ ഞങ്ങൾ പാടി തന്നിട്ടുണ്ട്. പിന്നെന്താ? ഓലത്തുമ്പത്തിരുന്നൂഞ്ഞലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എന്നെ തേപ്പിക്കുമ്പോ പാടടി വെള്ളം കോരിക്കൊഴിപ്പിച്ച് ഇങ്ങിനിച്ചോമന ചെയ്യ. ജൂൺ 1-ാം തീയതി ക്ലാസ് തുറക്കുമല്ലോ. മടിയുണ്ടോ കുഞ്ഞിട്ടാ? കുഞ്ഞിട്ട് ഇപ്പൊ ഏത് ക്ലാസ്സിലേക്ക് പോകുന്ന? 4A. ഞങ്ങള് ബുക്കൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, യൂണിഫോം ഒക്കെ വാങ്ങാൻ വേണ്ടി പോയിരുന്നു. ടീച്ചറിനൊക്കെ കണ്ടു. കുഞ്ഞുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർക്ക്. ഞാൻ പോയപ്പോ പറഞ്ഞിരുന്നു ടീച്ചറേയും കുഞ്ഞുട്ടിന് ഇഷ്ടമായിരിക്കില്ലേ. അപ്പോ വീണ്ടും 3-ാം ക്ലാസ്സിൽ കാണിച്ച ഉഡായ്പിനെക്കാട്ടും വലിയ ഉഡായ്പ് കാണിക്കാനും അതിനെക്കാട്ടും വലിയ അടി വാങ്ങാനും കിട്ടാനും ഒക്കെ റെഡി ആയിട്ട് കുഞ്ഞുട്ടി ഇരിക്കുകയാണ്. നല്ല അടി കൊടുക്കാൻ അമ്മ റെഡി ആയിട്ടിരിക്കുകയാണ്. അമ്മ തന്നെ ചൂരലൊക്കെ ഇവിടെ നിന്ന് വാങ്ങണം എന്ന് പറയുന്നത് കയ്യിലിരുന്നു.
ഹാപ്പി അല്ലേ? കയ്യിൽ എന്തായാലും ഒടി ഉണർത്തും. കയ്യൊക്കെ ഒടിയും. അമ്മയുടെ തല്ല അങ്ങനെയാണ് ഗൈസ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കൂളിലെ ഷോപ്പിംഗ് വീഡിയോ വ്ളോഗ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ പിന്നിൽ കാണാം. കൂമ്പ് വന്നിട്ടുണ്ട് ഗൈസ്, കണ്ടോ ഗൈസ്? ഇത് എത്ര രൂപയുടെ ചെടിയാന്നറിയോ ഗൈസ്? കാണുമ്പോ ഇല്ല ചെടിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഗൈസ്. ഇനി സുധി ഹൈലൈറ്റ് ചെയ്ത പാട്ട് പാടാം നമുക്ക്. അടിമഴ വരും അതിൽ നനയോമേ കുളിർ കാഴ്ചലോട് സ്നേഹം ഒരു പോൽതൂക്കം കുലുകുലുപ്പുകൾ ചൊല്ലി നൈവേവേ അത് തേടിടും കൂടെ. സുധിന് അത്ര കഴിവോ നമുക്കില്ല ഗൈസ്, അല്ലേ ഗൈസ്? പോകാമൽ ദിനം വീട്ടിലും ചില സമയം വിളയാട്ട ഉന്നാടിക്കൊള്ളേ നാൻ വീണ്ടും നെഞ്ചിരിക്കടിയിൽ തൂങ്ങിനാൽ പോതുമതേ കണം എൻ കണ്ണുറുക ജന്മങ്ങളിൽ ലേഖകൾ തീർക്കും. ഇവൾക്ക് ഇങ്ങനെ കുറച്ച് മ്യൂസിക്കിനോട് ഇഷ്ടമാണ്. ഞാൻ ആദ്യം പാട്ടൊക്കെ പഠിക്കാൻ പോയിരുന്നു ഗൈസ്, പക്ഷെ ഡാൻസ് പാട്ടും കൂടെ ഒപ്പം പഠിക്കാനാണ് പോയിരുന്നത്. ഡാൻസ് നന്നായി പഠിച്ചിരുന്നു, പാട്ട് പഠിക്കാൻ ടൈമിൽ കിടന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. അങ്ങനെ എന്താണ് കാര്യം? ക്ലോസ് ഫ്രണ്ട്സിന്റെ ഭാഗ്യമുണ്ട്. നല്ല രുചിയുള്ള ഒരു കുട്ടി ക്യാരക്ടർ നന്ദിയുണ്ട്. പക്ഷേ നോക്കിക്കേ, അടിപൊളി ബിരിയാണി ഗൈസ്. അപ്പൊ എത്രയുള്ള ഗൈസ് തിന്നിട്ട് കാണാം. അതാണ് ഗൈസ്, ഞാൻ കുളിച്ച് സുന്ദരിയായിട്ട് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം ഗൈസ്. ഇന്നലത്തെ ബാക്കിയുള്ളതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു. പിന്നെ വന്നപ്പോൾ ഞാൻ കിടന്നുറങ്ങി. ഞാൻ നനഞ്ഞ വീട്ടിൽ ബാഗിൽ ഡ്രസ്സ് മാറിയിട്ട് പുറച്ചും കിടന്നുറങ്ങി. അപ്പോൾ ഇന്നലത്തെ വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതുപോലെ ഞാൻ കുറച്ച് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ.